ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി, ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി, ആചാര്യയായ സുലേഖ ഷാജി മാംജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീഗുരുവും ശ്രീ ശാരദയും മേടമാസത്തിലെ തിരുചതയ ദിനത്തിൽ സമാരംഭിച്ച 100 ദിന പൂജാ സമർപ്പണം ശിവകുടുംബകം വിനായക അഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യസ്തുതികളെ കോർത്തിണക്കി ദേവീസ്തുതികളിലൂടെയും ശിവസ്തുതികളിലൂടെ കടന്ന് കോലത്തീരെ സസ്തവത്തിൽ സമാപിക്കുന്നു. ഈ പൂജാ സമർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. 24-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് മനനം ചെയ്യാനായി എനിക്ക് ലഭിച്ചത് ബാഹുലേയാഷ്ടകം ശ്ലോകം 1-ാമത്തെ ജ്ഞാനവല്ലരിയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു. ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 8 സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യസ്തുതിയാണ് ബാഹുലേയാഷ്ടകം. ബാഹുലേയൻ എന്നു പറഞ്ഞാൽ ബഹുലകൾ, ഒന്നിലധികം അമ്മമാരാൽ വളർത്തപ്പെട്ടതുകൊണ്ടാണ് ബാഹുലേയൻ എന്ന പേര് സുബ്രഹ്മണ്യന് വന്നത്. 8 ശ്ലോകങ്ങളും എന്ന് പറയുന്നത് ധ്യാന ശ്ലോകങ്ങളാണ്. ഈ ധ്യാന ശ്ലോകങ്ങൾ നിരന്തരതയിൽ നിന്ന് ആധ്യാത്മികമായ ചിന്തയുടെയും സാധനയുടെയും ജീവിതത്തിൻ്റെയുമൊക്കെ സമഗ്രമായ ഒരു ചിത്രം അനാവൃതം ചെയ്യപ്പെടുകയാണ് 8 ശ്ലോകങ്ങളിലൂടെ. സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് സ്രഗ്ധര എന്ന വൃത്തമാണ് ഇതിൻ്റെ. അതിലേറെ പ്രത്യേകത ശ്രീനാരായണ ഗുരുദേവ കൃതികളെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗണപതിയെയും ദേവിയെയും സുബ്രഹ്മണ്യനെയും ഒക്കെ ഗുരുദേവൻ എഴുതുമ്പോൾ ഗുരുവിൻ്റെ ഭാവനയിൽ ഈ ശിവൻ്റെ പ്രത്യേകതകൾ സുബ്രഹ്മണ്യനിലും ഗണപതിയിലും ദേവിയിലും കാണിക്കുന്നു. അതുതന്നെയാണ് ബാഹുലേയനിൽ നൽകിയിരിക്കുന്ന വർണ്ണനയിലും അധികവും ഇവിടെ ശിവന് ചേരുന്നത് തന്നെയാണ്. ആ രൂപത്തിലാണ് ഈ കൃതിയുടെ രചന. മറ്റൊരു പ്രത്യേകത, 8 ശ്ലോകങ്ങളിലെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ 8 ശ്ലോകങ്ങൾക്കും ആദ്യാക്ഷരങ്ങളുണ്ട്. എല്ലാം ഓരോ ബീജാക്ഷരങ്ങളാണ്. ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ബീജമന്ത്രം കിട്ടും. ഒരു മന്ത്രശൈലിയിലുള്ള കൃതിയാണ്. മാത്രവുമല്ല, ഇത് മന്ത്രരൂപത്തിലാണ്. രോഗങ്ങളും അതുപോലെ തന്നെ ബാധോപദ്രവങ്ങളും ഒക്കെ അകറ്റാൻ സുബ്രഹ്മണ്യ സ്തോത്രം ഉപയോഗിച്ച് പ്രയോഗിക്കാറുണ്ട്. ബീജാക്ഷരങ്ങൾ ഓമിൽ തുടങ്ങുന്നു. ഓം, അം, ഉം, ശ്രീം. ഓങ്കാരത്തിൽ തുടങ്ങുന്നു, ബ്രഹ്മത്തിൽ തുടങ്ങുന്നു. അം മഹാവിഷ്ണുവിന് സൂചന നൽകുന്നു. ഉം ശിവഭഗവാനെയും ശ്രീം ശക്തിദേവിയെയും പ്രദാനം ചെയ്യുന്നു. ധ്യാനത്തിൽ സഹായകരമായ വിധത്തിലാണെങ്കിൽ കൂടി ഗുരുദേവൻ സമസ്ത അർത്ഥത്തിലും ഭഗവാന്റെ ഉള്ളിൽ ശാസ്ത്രാന്തരംഗം, ഒരു ശാസ്ത്രമുണ്ടായിരുന്നു അന്തരംഗത്തിൽ ഭഗവാന്. ശാസ്ത്രാന്തരംഗം നമുക്കിവിടെ
തെളിഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് തെളിഞ്ഞ് കിട്ടുമ്പോഴാണ് ധ്യാനം സഫലമായി എന്ന് പറയുന്നത്. ആ ശാസ്ത്രാന്തരംഗം കാരണം ഗുരുദേവൻ്റെ കൃതികളെല്ലാം തന്നെ ശാസ്ത്രത്തിന് വിവരിക്കുന്ന, ദർശനമാല നോക്കിയാൽ അറിയാം, ശാസ്ത്രം തന്നെയാണ്. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത ആദ്യം ഓം ഇൽ തുടങ്ങുന്നു, അടുത്ത് ഹ്രീമിൽ തുടങ്ങുന്നു, പിന്നെ ഷായിൽ തുടങ്ങുന്നു ശം, രായിലും രം, ഹായിലും ഹം, നായിലും ണം, ഭായിലും ഭം, വാ വം എന്നു പറഞ്ഞാൽ ഓം ഹ്രീം ശരഹണ ഭവ എന്ന ബീജമന്ത്രമാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഓം ഹ്രീം ശരഹണ ഭവ, ശരവണ ഭവ എന്ന് തന്നെയാണ് അത്. സുബ്രഹ്മണ്യൻ്റെ ബീജമന്ത്രമാണ്, അഷ്ടാക്ഷരി മന്ത്രമാണ് കിട്ടുന്നത്. ആ അഷ്ടാക്ഷരി മന്ത്രത്തിൻ്റെ വിപുല രൂപത്തിലാണ് ഈ അഷ്ടകത്തിൻ്റെ രചന. ശ്ലോകം നോക്കാം. ഓം 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 ഹോമധൂമ പ്രകടതടജട കോടിഭോഗി പ്രപൂരം അം 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 ആതിഥേയ പ്രണതപദയുഗം പോരുഹ ശ്രീവിലാസം ഉം ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തപ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. പദങ്ങളുടെ അർത്ഥം നോക്കാം. ഹോമധൂമ പ്രകടതടജട കോടി ഭോഗി പ്രപൂരം. ഹോമത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പുക പ്രകടമായി വരുന്നത് വിസ്തൃതമായി തീർന്നിരിക്കുന്ന ജടയുടെ ഉച്ചസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും ആതിഥേയ പ്രണതപദാം ഭോരുഹ ശ്രീവിലാസം. ദേവന്മാർ നമസ്കരിക്കുന്ന പാദകമലങ്ങളുടെ ശോഭയോടുകൂടി വിശേഷ രൂപത്തിൽ പരിലസിക്കുന്നവനും ഉഗ്രനേത്രത്രയലസിതവപുർ ജ്യോതിരാനന്ദരൂപം. ഉഗ്രമായ 3 കണ്ണുകൾ കൊണ്ട് ശോഭിക്കുന്ന ശരീരം ജ്യോതിസ്വരൂപവും ആനന്ദസ്വരൂപവും ആയി തീർന്നിരിക്കുന്നവനും ശീഘ്രചിത്തഭ്രമഹരം, അതിവേഗത്തിൽ ചിത്തഭ്രമത്തെ ഇല്ലാതാക്കുന്നവനുമായ ബാഹുലേയം, ബാഹുലേയനെ അനിശം എല്ലായ്പ്പോഴും ഭാവയേ ഞാൻ ധ്യാനത്തിൽ ദർശിക്കുന്നു. സാരാംശം: ഓ അം ഉം ശ്രീം എന്ന ബീജാക്ഷരങ്ങൾ കൊണ്ട് വ്യഞ്ജിപ്പിക്കപ്പെടുന്നവനും, നേരത്തെ പറഞ്ഞു, ബ്രഹ്മമായും മഹാവിഷ്ണുവായും ശിവഭഗവാനായും ശക്തിദേവിയായും ഹോമത്തിൽ നിന്നുയരുന്ന പുക പ്രകടമായി വരുന്നത് വിസ്തൃതമായി ജഡയായി തീർന്നിട്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും. ശിവൻ ജഡയോട് കൂടിയവനാണ്. ജഡയ്ക്ക് മുകളിൽ പാമ്പും ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ജഡയെ കാണുന്നത് ഹോമകുണ്ഡത്തിൽ നിന്നുയരുന്ന കറുത്ത പുക വിസ്തൃതമാക്കി തീരുന്നത് പോലെയാണ്. ലോകസാധാരണമായ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മയെ കാണിക്കുന്നതാണ് ജഡ. വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം ജഡയുടെ പ്രതീകം. വൈരാഗ്യത്തിൻ്റെ ലക്ഷണം രാഗമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. രാഗം ഇല്ല. രാഗം എന്നാൽ സുഖം. തരുന്ന ഏതിനോടും മനസ്സിനുണ്ടാകുന്ന ഒരു അടുപ്പം,
ആ അടുപ്പമില്ലാത്തൊരവസ്ഥ അതാണ് ജഡയെ കാണിക്കുന്നത്. അതുപോലെ തീ, ഹോമകുണ്ഡത്തിൽ തീ, ഹോമം മറ്റൊരു പ്രതീകമാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല ക്രിയകളും ഏകമായ സത്യത്തിൻ്റെ ക്രിയാത്മക വ്രണമാക്കുന്നു എന്ന് മാത്രമാണ് ഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൈരാഗ്യം കട്ട പിടിച്ചിരിക്കുന്ന ശിവൻ്റെ ജഡ, ഇതാണ് ഒന്നാം വരിയിൽ പറഞ്ഞു തരുന്നത്. എല്ലാ ദേവന്മാരും വന്ന് നമസ്കരിക്കുന്ന പാദകമലങ്ങളുടെ ശോഭയോടുകൂടി വിശേഷ രൂപത്തിൽ പരിലസിക്കുന്നവനും, ബാഹുലേയൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്ന ദേവന്മാർ ആതിഥേയർ, അതിഥിയുടെ മക്കളാണ് ആതിഥേയർ, അതായത് ദേവന്മാർ. അവർ പ്രണമിക്കപ്പെടുന്ന പാദങ്ങളാണ് ഭഗവാന്റേത്. പാദങ്ങളിൽ ഏറ്റവും മൂലമാണ് ശ്രീവിലാസത്തോടു കൂടിയവയാണ് ബാഹുലേയൻ. അതായത് ദേവന്മാരെല്ലാം ബാഹുലേയൻ്റെ പാദങ്ങളാകുന്ന താമരപ്പൂക്കളെ നമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പാദകമലങ്ങളെ ശോഭ കൊണ്ട് ബാഹുലേയൻ പരിലസിക്കുകയും ചെയ്യുന്നു. ഉഗ്രമായ 3 നേത്രങ്ങളോടുകൂടി ശോഭിക്കുന്ന ശരീരം ഒരേ സമയം ജ്യോതിസ്വരൂപവും ആനന്ദസ്വരൂപവും ആയിരിക്കുന്നവനും അതിവേഗത്തിൽ ചിത്തഭ്രമത്തെ ഇല്ലാതാക്കി കളയുന്നവനുമായ ബാഹുലേയനെ ഞാൻ എല്ലായ്പ്പോഴും ധ്യാനത്തിൽ ദർശിക്കുന്നു. ഓം അം ഉം ശ്രീം തന്ത്രശാസ്ത്ര ശൈലിയിലുള്ള ബീജമന്ത്രാക്ഷരങ്ങളോട് കൂടിയാണ് ഈ സ്തുതി തുടങ്ങുന്നത്. ഇത് ധ്യാനത്തിന് വേണ്ടിയുള്ളതാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നതാണ്. എല്ലാ ശ്ലോകങ്ങളുടെയും അവസാനം ഭാവയെ, ഞാൻ ധ്യാനിക്കുന്നു അഥവാ ധ്യാനത്തിൽ ദർശിക്കുന്നു എന്നുള്ള പ്രയോഗം തന്ത്രശാസ്ത്രത്തിൽ അക്ഷരമായ സത്യത്തെ ബീജാക്ഷരങ്ങളാകുന്ന ഉപാധിയുടെ സഹായത്തോടെ ധ്യാനിക്കുന്നതാണ് പതിവ്. ഗുരുവാകട്ടെ ഇവിടെ ബീജാക്ഷരങ്ങൾ പൊട്ടി മുളച്ച് വളർന്നു വലുതായതിൻ്റെ രൂപത്തിൽ ബാഹുലേയനെ ദർശിക്കുകയും ചെയ്യുന്നു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഓം 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 ഹോമധൂമ പ്രകടതടജട കോടിഭോഗി പ്രപൂരം അം 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 ആതിഥേയ പ്രണതപദയുഗം പോരുഹ ശ്രീവിലാസം ഉം ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തപ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.